സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ സ്കന്ദപുരാണത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 16 മുതൽ 32 കൂടിയുള്ള ശ്ലോകങ്ങളുടെ ഭാഷാഗാനമാണ് നതോന്നത വൃത്തത്തിലുള്ള ഈ ഭാഗം അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പ്രജകളിൽ ചിലരെല്ലാം പറഞ്ഞു പരത്തിയപ്പോൾ പ്രസേനനെ കൊന്ന കള്ളൻ കപ്പലിൽ തന്നെ. പ്രസിദ്ധമാം രത്നത്തിലോ കണ്ണുള്ളതാം കൃഷ്ണൻ തന്നെ പ്രസേനനെ കൊന്നുവെന്നു പറഞ്ഞാനവ. അപകീർത്തിയുണ്ടാക്കുന്ന ഈ വിധമാം കിംവദന്തി ആപൽ ബാന്ധവനാകുന്ന കൃഷ്ണനും കേട്ടു. അതിനിടെ സത്യാവസ്ഥയറിയാനായി തനിക്കുള്ള അപകീർത്തി നീക്കിടാനും കണ്ണനുറച്ചു. പ്രജകളുമായി കൃഷ്ണൻ വനത്തിലായി ചെന്ന നേരം പ്രസേനനെ സിംഹം കൊന്നതായി കണ്ടെത്തി. പ്രതിയായ സിംഹത്തിനെ അന്വേഷിച്ചു വീണ്ടും പോയി പ്രണവസ്വരൂപനാകും ശ്രീവാസുദേവൻ. ഗുഹയുടെ മുന്നിലായി സിംഹം ചത്തു കിടക്കുന്നു. ഗൂഢമായി മന്ദസ്മിതം തൂകിനാൻ കൃഷ്ണൻ. തൻ്റെ കൂടെ കാട്ടിലേക്കു വന്നു ചേർന്ന ജനത്തോടു താമരക്കണ്ണനാം കൃഷ്ണനേവം പറഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഞാൻ വരുന്നതുവരെയും നിങ്ങളിവിടെ നിൽക്കുക. ഞാൻ ഈ ഗുഹയിലാകവേ ഒന്നു നോക്കട്ടെ. കാനനത്തിൽ സിംഹത്തിനെ കൊന്നു രത്നം കവർന്നോനെ കണ്ടെത്തി ഞാൻ വൈകിടാതെ മടങ്ങി വരാം. അങ്ങിനെയാവട്ടെ എന്നു ചൊല്ലി ദ്വാരകവാസികൾ അക്ഷമരായി ഗുഹ തൻ്റെ പുറത്തു നിന്നു. ആ സമയം ശ്രീകൃഷ്ണനോ ഗുഹയ്ക്കുള്ളിലേക്കു കേറി. അതു സാക്ഷാൽ ജാംബവാന്റെ ഗൃഹമാണല്ലോ. വൃക്ഷരാജൻ ജാംബവാന്റെ പുത്രനെ ഗുഹയിൽ കണ്ടു. ഋഷിജനം പൂജിക്കുന്ന ശ്രീകൃഷ്ണദേവൻ അവനുടെ കയ്യിൽ നിന്നും രത്നം വാങ്ങാൻ തുനിഞ്ഞപ്പോൾ അത്യധികം ഭീതിയോടെ ധാത്രി കരഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അത്യുച്ചത്തിൽ ധാത്രി തൻ്റെ ദീനസ്വരമുയർന്നപ്പോൾ അതു കേട്ടോടിയെത്തിയല്ലോ ജാംബവാൻ. അതു തൻ്റെ സ്വാമിയായ രാമനാണെന്നറിയാതെ അഹോരാത്രം യുദ്ധം ചെയ്തു വീരജാംബവാൻ.
27 ദിനം അവിരാമം യുദ്ധം ചെയ്തു. ഇരുവരും പരസ്പരം തോൽവിയില്ലാതെ. ഈ സമയം പൗരജനം പുറത്തായി കാത്തുനിന്നു. ഇപ്പോഴെത്തും കൃഷ്ണൻ എന്ന പ്രതീക്ഷയോടെ. 12 ദിവസമവർ ഈ വിധത്തിൽ കാത്തുനിന്നു. പ്രാണഭീതിയോടെ അവർ തിരിച്ചുപോയി. പുരിയാകും ദ്വാരകയിൽ തിരിച്ചെത്തി സവിസ്തരം പറഞ്ഞല്ലോ വനം തന്നിൽ നടന്ന കാര്യം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കഥകളെ കേട്ട ജനം കാര്യമെല്ലാം അറിഞ്ഞപ്പോൾ കഥനത്താൽ സത്രാജിത്തിനെയും ശപിച്ചു. കാത്തിരുന്നും കണ്ണീർ വാർത്തും വസുദേവരാകും താതൻ കണ്ണന്റെ കഥകൾ കേട്ടു ആകെ തകർന്നു. കനത്ത ശോകത്താൽ പലവട്ടം മോഹാലസ്യപ്പെട്ടു. കനവിലോ ദുഃഖാഗ്നി തൻ ജ്വാലയുയർന്നു. എനിക്കിനി എങ്ങനെ ഈ ജീവിതത്തിൽ നന്മ വരും എന്നിങ്ങനെ ആലോചിച്ചു ജീവച്ഛവമായി. ആ സമയം ബ്രഹ്മലോകത്തു നിന്നായി നാരദനും അവിടേക്കു വന്നു ചേർന്നു വീണയും മീട്ടി. അത്യധിക ഭക്തിയോടെ കൃഷ്ണതാതൻ വസുദേവൻ അദ്ദേഹത്തെ വിധി പോലെ പൂജിച്ചുവല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഗുഹ മഹാമതിയായിടുന്ന വസുദേവനോടായിട്ടു മഹാഭക്തൻ നാരദൻ കുശലം ചോദിച്ചു. അങ്ങെന്താണു ഇത്രയേറെ ചിന്താകുലനായിരിപ്പു? അതിനുള്ള മറുപടി വേഗത്തിൽ നൽകൂ. പ്രിയമേറും മമ പുത്രൻ വാസുദേവൻ ശ്രീകൃഷ്ണനോ പ്രസേനനെ അന്വേഷിച്ചു വനത്തിൽ പോയി. പ്രകൃതി രമണീയമാം വനാന്തർഭാഗത്തായിട്ടു പ്രാണൻ പോയ പ്രസേനന്റെ ശരീരം കണ്ടു. അവിടെ നിന്നും കൃഷ്ണനോ അല്പദൂരം നടന്നപ്പോൾ അതീവ വിസ്തൃതമാകും ഗുഹയും കണ്ടു. അതിനു പുറത്തായി നിർത്തി ഒപ്പമുള്ള ജനങ്ങളെ അകത്തേക്കു കയറിനാൻ എൻ്റെ ശ്രീകൃഷ്ണൻ. അതിനുശേഷം ദിനങ്ങൾ അനവധി കടന്നുപോയി. അവൻ മാത്രം ഇതുവരെ തിരിച്ചെത്തിയില്ല. അതാണെൻ്റെ ദുഃഖത്തിൻ്റെ മൂലമായ ഹേതുവത്രേ. അവനെ ലഭിക്കാൻ ഞാനും എന്തു ചെയ്യണം? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം
ശ്രീമഹാദേവ്യൈ നമഃ.